പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 76ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ അനാഡേരിനെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ സാമുവൽ ശിവാനന്ദവും ബ്രദർ ലിജോ ജോസ് എന്നിവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ മുംബൈയിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. മുംബൈയിലുള്ള ഹാർവെസ്റ്റ് ഇൻലാൻഡ് മിഷൻ എന്നറിയപ്പെടുന്ന ദൈവസഭ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഫിന്നി യോഹന്നാൻ എന്നറിയപ്പെടുന്ന ദേവദാസന്റെ ദൈവസഭയിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ സാമുവൽ ശിവാനന്ദത്തെ അതുപോലെ ബ്രദർ ലിജോ ജോസ് എന്നിവരെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Hallelujah. Greetings to everyone in the mighty and precious name of our Lord and Savior Jesus Christ. I hope that our voice is clear. If it is not clear, you can let us know in the chat. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സൗണ്ട് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ട് എന്ന്. അല്ല എങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. First and foremost, I want to thank the Lord Almighty for giving this wonderful opportunity tonight to be able to join together in this wonderful platform that has been hosted by Brother Dennison and Sister Siji. It's a great pleasure to be with the God is Love prayer meeting in this 76th International Online Fellowship. ആദ്യമായി തന്നെ സ്വർഗസ്ഥനായ പിതാവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുക, നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഗോഡ് ഇസ് ലവ് എന്ന വാട്സ്ആപ്പ് പ്രേയർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഡെന്നിസ് ബ്രദറിനെയും സിജി ഡെന്നിസ് സിസ്റ്ററിനെയും ഓർത്ത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സ്നേഹം. We believe that this meeting tonight is going to be a meeting of breakthrough in the life of anybody who is willing, who is hungry and who is thirsty to receive that breakthrough in their life. ഞങ്ങൾ ഇപ്രകാരം വിശ്വസിക്കുകയാണ്, ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിടുതലിന്റെ ഒരു ബ്രേക്ക് ത്രൂവിന്റെ കാരണമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. I was very happy when I saw the title of the poster which was shared by Sister Siji. ഞാൻ ഈ പോസ്റ്റർ കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. Because it mentions about two words, it is revival and fellowship. കാരണം ഈ രണ്ട് വേർഡ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, റിവൈവൽ, രണ്ടാമത് ഫെലോഷിപ്പ്. Both of them they go hand in hand. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒരു സാധനമാണ്. We can read it in Acts chapter 1 and 2 when the people of God, when they gathered together on the upper room on the day of Pentecost, the 120 people were all together one in spirit and they were in one fellowship. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1:8 ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജനം കൂട്ടത്തോടെ മാളിക മുറിയിൽ ഒരുമിച്ച് ആയിരുന്ന ആ സമയത്ത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായത്. And we all know what happened after that. നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം എന്താണ് സംഭവിച്ചത്. The word of God said, you shall receive power. After that the Holy Ghost is going to come upon you and you shall be witnesses unto me both in Jerusalem and in all Judea and in all Samaria and unto the uttermost part of the earth. വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന് ശേഷം നിങ്ങൾ എല്ലായിടത്തും യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. Tonight as we have gathered here to worship the name of our Savior Jesus Christ, ഇന്ന് രാത്രികാലം നാം യേശുവിനെ ആരാധിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. I want you all to believe whenever you are saying or singing or praising God through your mouths, നമ്മൾ ഈ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ആ സമയത്ത് believe that whatever you are singing and declaring is going to happen in some nations and God is going to open some doors for the service of God, for the gospel of God to arrive into those nations and bring salvation to all the lost souls. നിങ്ങളുടെ പ്രകാരം ഇത് വിശ്വസിക്കുക. ഇന്ന് നാം ഇവിടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ നിമിഷം ഈ ലോകത്തിന്റെ അറ്റത്ത് പല രാജ്യങ്ങളിലും സുവിശേഷത്തിനായി വാതിൽ തുറക്കപ്പെടുകയാണ്. ചില രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് തിരിയേണ്ടതിന് ചില വാതിലുകൾ ഇവിടെ തുറക്കപ്പെടുകയാണ്. Those who believe this, you can raise your hands and give a great hallelujah to our God. ഇത് വിശ്വസിക്കുക. Hallelujah. 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 When Sister Siji invited for this worship service, she asked me whether I'd be able to sing in Malayalam. സിജി സിസ്റ്റർ ഈ മീറ്റിംഗ് ഞങ്ങളെ ക്ഷണിച്ച സമയത്ത് ഞങ്ങളോട് ചോദിച്ചു മലയാളം പാടുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. So I told her that my mother is from Kerala, but എനിക്ക് മലയാളം മനസ്സിലാവും, പക്ഷെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്രകാരം പറഞ്ഞു, എന്റെ മമ്മി മലയാളിയാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവും, സംസാരിക്കാൻ പ്രയാസമാണ്. But I believe whenever the children of God come together in a fellowship, it is the language of the Holy Spirit which comes and brings deliverance and breakthroughs in their lives. പ്രകാരം വിശ്വസിക്കുകയാണ്, കർത്താവിന്റെ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നിടത്ത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. അത് പരിശുദ്ധാത്മാ വെളിപ്പെടുന്നിടത്ത് ചില വിടുതലുകളും സംഭവിക്കും. God has no language barrier.
അവൻ ദൈവത്തിന് ഒരു ലാംഗ്വേജ് ബാരിയർ, ലാംഗ്വേജ് ഒരു തടസ്സമേ അല്ല. All he wants is a ready heart which is ready to receive his anointing, ready to receive the power of God in worship. നമ്മൾ കർത്താവിന് വേണ്ടിയത് ആരാധിക്കുവാനുള്ള ഒരു മനസ്സും അതിനോടുള്ള ഒരു തയ്യാറെടുപ്പും മാത്രമാണ്. So how many of us are ready this evening to receive something great, some fresh anointing through the power of the Holy Spirit in our lives? തൽക്കാലം വിശ്വസിക്കാൻ എനിക്ക് ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു റിവൈവൽ എന്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് എത്ര പേർ തയ്യാറാണ്? Can you just close your eyes for some time? Whatever you might be doing for some time, I'd request you to just leave those things aside and let our concentration, let our thoughts be fixed on our author and perfecter of our faith, that is Jesus Christ. നമുക്ക് അല്പസമയം വിശ്വാസത്തിൽ നായകനായ യേശുവിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും വേറെ ജോലിയിലാണ് ഏർപ്പെട്ടെങ്കിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അല്പസമയം അതെല്ലാം വിട്ട്, എല്ലാ ചിന്തകളും വിട്ട്, എല്ലാ ജോലിയും വിട്ട് അല്പസമയം നമുക്ക് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. Amen. Hallelujah. Even though physically we might not be together in one place, നമ്മൾ ഫിസിക്കലി ശാരീരികമായി ഒരു സ്ഥലത്ത് അല്ല നാം ഇപ്പൊ കൂടിയിരിക്കുന്നത്. but there is one spirit which is an omnipresent spirit that is present both of where we are and wherever you are. പക്ഷേ എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആ യേശുവിന്റെ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. So can we just honor the presence of the Holy Spirit and allow the Holy Spirit to move in our hearts this night? നമുക്ക് പരിശുദ്ധാത്മാവിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാം. ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ, ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ല. Hallelujah. Can you lift up your hands towards heaven and sing this? As you're singing this, believe that the Holy Spirit is opening some closed doors. നമുക്കിത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ വിശ്വസിക്കാം, ഈ പാടുന്ന ഈ സമയങ്ങളില് കർത്താവ് ചില വാതിലുകൾ തുറക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ, താളടിയാ പോയിടാതെ താങ്ങി എന്നെ ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ, താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ ഒത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല വേറൊന്നുമില്ലേ, സകല നന്മയ്ക്ക് ഓർത്തിടുമ്പോ അത്ഭുതമേ ചെയ്തായി നന്മയ്ക്കമല്ല വേറൊന്നുമില്ല. Hallelujah. Thank you, Jesus. Hallelujah. You're going to open some doors of ministry
in the lives of the people who are joined here tonight, Lord. We're going to open doors of finances in the families who have joined us tonight, Father. We're going to open some doors for careers to flourish and prosper in the mighty name of Jesus. Shabrala dena shakeleo, hallelujah. Harabala shekere prono santelian shekelian lebraha shekandele. ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന എൻ്റെ യേശുണ്ട് നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എൻ്റെ ബലം എൻ്റെ ബലം സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുണ്ട് നൽകി എന്നിൽ അഭിഷേകം അതു തന്നെ എൻ്റെ അഭിഷേകം എൻ്റെ സമ്പത്താണ്. അഭിഷേകം എൻ സമ്പത്താണ് തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ് തുല്യം ചൊല്ലാൻ വേറൊന്നും. Can you sing this in faith? Oh, abhishekam. The anointing of the Holy Spirit is my inheritance. Not the wealth, not the possessions, not the status, not the positions of this world, but it is the anointing of the Holy Spirit which is my inheritance in Christ. തുല്യം ചൊല്ലാം അഭിഷേകം അഭിഷേകം എൻ സമ്പത്താണ് തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ. സകല മഹത്വം സകല നന്മയും യേശുവിന് മാത്രം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. All those who have the desire to be used by God in this revival of the Holy Spirit, in this new anointing of the Holy Spirit, can you say, I want the anointing of Elisha, I want the double anointing of the Holy Spirit. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ.
അണയാതെ അണയാതെ ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. Yes, Lord. Shabrahakanelima. വിളങ്ങി Shirandelimoliana. ഒരു ജ്യോതിസായി മാറുവാൻ Shagrimaladarabraniyanturu. പകരണമേ. Can we sing this ഉപയോഗിക്കണേ? ഉപയോഗിക്കണേ. All those who have the desire. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. I believe that in this generation, God is going to raise up an army of prophets and people of God who are going to march out into the ends of this nation and become witnesses for the kingdom of God. ഞാൻ ഇപ്രകാരം വിശ്വസിക്കുകയാണ്, ഈ തലമുറയിൽ കർത്താവ് ചിലരെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു സൈന്യമായി പുറപ്പെട്ട് ചില രാജ്യങ്ങളിലേക്ക് ചെന്ന് യേശുവിന്റെ സാക്ഷികളാകുവാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. It might seem very foolish right now to think that in the world which is dominated so much by Gentiles and so much by sin and corruption, how is this going to be possible? ഈ ലോകത്ത് പാപം നിറഞ്ഞ ഈ ലോകത്ത് നാം ഇപ്പം ചെയ്യുന്നത് വെറും ഒരു വിഡ്ഢിത്തരമെന്ന് നമുക്ക് തോന്നിയേക്കാം. But Elijah also questioned God. പക്ഷെ ഏലീശയും കർത്താവിനോട് ചോദ്യം ചെയ്തു. Elijah asked God, I am the last prophet standing right now in Israel. ഏലീശ ഇപ്രകാരം ചോദിച്ചു, ഞാൻ അവസാനത്തെ പ്രവാചകൻ ഇസ്രായേലിൽ നിൽക്കുകയാണ്. But God said, do not be worried. പക്ഷെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. Because without your knowing, I have prepared an army of 7,000 prophets who are going to rule over Israel and bring the deliverance and victory over my people. കാരണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നീ അറിയാതെ തന്നെ ഞാൻ 7,000 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന് മേൽ പ്രവചിക്കേണ്ടതിന്, രാജ്യത്തെ കർത്താവിന്റെ ജയത്തിലേക്ക് നടത്തേണ്ടതിന് വേണ്ടിയിട്ട്. In this worship tonight, ഇന്നത്തെ ആരാധനയ്ക്ക് believe this as we are declaring and singing the worship and praise to God. നാം ഇപ്രകാരം കർത്താവിന് വേണ്ടി ഡിക്ലെയർ ചെയ്ത് വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. Believe that the anointing is carrying an army of those 7,000 prophets like the time of Elijah, who are going to come into this nation, who are going to come into the ends of the world and who are going to proclaim the name of God. ഇങ്ങനെ വിശ്വസിക്കുക. ഏലീശയുടെ സമയത്ത് കർത്താവ് 7,000 പ്രവാചകന്മാരെ എണീൽപ്പിച്ചതുപോലെ നമ്മുടെ ഈ സമയത്ത് നാം ആരാധിക്കുന്ന ഈ സമയത്ത് ഈ യുഗത്തിലും കർത്താവ് ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. We need to have the desire and the hunger to be used by God in this revival. ആമേൻ. നമുക്ക് വേണ്ടിയത് ആഗ്രഹവും കർത്താവിന് വേണ്ടിയുള്ള ഒരു ദാഹവുമാണ്. കർത്താവ് എന്നെ ഈ അന്ത്യകാല സമയത്ത് നീ എന്നെ ഉപയോഗിക്കുമാറാകണമേ. But God says, if you want to be used by me, if you want to be a useful vessel for me, പക്ഷെ കർത്താവ് പ്രകാരം പറയാണ്, നീ ഉപയോഗിക്കപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ. the word of God says that there are vessels in a large house both for noble and ignoble purposes. ദൈവം പറയുന്നത് പാനപാത്രങ്ങൾ ദൈവം 2 ഉദ്ദേശത്തിന് വേണ്ടിയും മാനത്തിന് വേണ്ടിയും അപമാനത്തിന് വേണ്ടിയും കർത്താവ് തിരഞ്ഞെടുക്കുന്നുണ്ട്. God says if we rid ourselves, if we distance ourselves from the ignoble purposes, he will be able to use us for the noble purposes. പക്ഷെ നാം നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ, നാം അതിനെ നമ്മുടെ മാനത്തിന് വേണ്ടി നാം അധ്വാനിക്കുന്നില്ല എങ്കിൽ, പക്ഷെ കർത്താവ് നമ്മളെ അത് മാനപാത്രമാക്കി മാറ്റും. So can we just self-examine our hearts and our lives this night? നമുക്ക് നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? Let the Holy Spirit be able to speak to us and instruct us what are the things in this vessel that needs to be cleaned and that needs to be poured out in the presence of God. നമുക്ക് ഇപ്രകാരം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഇന്നും ശുദ്ധീകരിക്കേണ്ടത് ആയിട്ട് ഉണ്ട് എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് I നോക്കാം. believe tonight as we are going to worship, God is going to open some closed doors. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്ന ഈ സമയത്ത് ചില അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാൻ His പോകുകയാണ്. word says whichever door is opened by God, nobody else in this world, nor even Satan, nor even the power or the forces of the devil can be able to close that door. വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ തുറക്കുന്ന വാതിൽ അത് ഒരു ശക്തിക്കും ഈ ലോകത്തിന്റെ ഒരു ദുഷ്ടശക്തിക്കും അതിനെ അടയ്ക്കുവാൻ സാധിക്കത്തില്ല. So if you are praying for your family or your church or your ministry or your nation or your city,
നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി, നിങ്ങളുടെ സിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ I want to declare the opening of some doors into those areas of your life this night. ഞാനിത് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില ഏരിയകളിൽ പരിശുദ്ധാത്മാവ് ആ വാതിൽ തുറക്കാൻ പോകുകയാണ്. So let us continue to worship and praise God, and as we will be worshiping, let us all clap our hands and bring praises to our King. നമുക്ക് കരങ്ങളെ കൊട്ടി അല്പസമയം കൂടി അവനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. तू ही सहारा, तू ही भरोसा, संगीत तू ही है भाषा. तू ही सहारा, तू ही भरोसा, संगीत तू ही. Can you say this together? सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. गाऊं में गीत तेरे, गाऊं तेरी शान में, आवाज गूंजे मेरी धरती और आसमान में. गाऊं में गीत तेरे, गाऊं तेरी शान में, आवाज गूंजे मेरी धरती और आसमान में. तेरे दम से है ये दुनिया और कुछ भी जानू ना. तेरे दम से है ये दुनिया और कुछ भी जानू ना. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. चारों तरफ है मेरे तेरी प्रशंसा का गाना. तू मुझको लाया यहाँ, यही है मेरा ठिकाना. चारों तरफ है मेरे तेरी प्रशंसा का गाना. तू मुझको लाया यहाँ, यही है मेरा ठिकाना. यीशु तेरे वचनों से जी भर जाए जीवन मेरा. यीशु तेरे वचनों से जी भर जाए जीवन मेरा. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. सारे जग में तेरी, because his word says there is no other name that can bring salvation under heavens and over the earth. यीशु ही जीवन, यीशु ही आशा. गाऊं में गीत तेरे, गाऊं तेरी शान में, आवाज गूंजे मेरी धरती और आसमान में. गाऊं में गीत तेरे, गाऊं तेरी शान में, आवाज गूंजे मेरी धरती और आसमान में. तेरे दम से है ये दुनिया और कुछ भी जानू ना. तेरे दम से है ये दुनिया और कुछ भी जानू ना. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. सारे जग में तेरी प्रशंसा, यीशु ही जीवन, यीशु ही आशा. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടക്കാൻ ആവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ തുറപ്പാനാവില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ
എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ ആവശ്യമില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവില്ല. യേശു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ കഴിയില്ല. ആർക്കും അടപ്പാൻ അത് ആർക്കും തുറപ്പാൻ കഴിയില്ല. ഒരു വാതിൽ അടച്ചാൽ ആർക്കും അടപ്പില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. ഓ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. ഓ അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ. ഓ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറിടുമേ. താമ്രകതകുകൾ തകർത്തിടുമേ, ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും യോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും എതിർപ്പാനാകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാൻ. യേശു ഒരു വാക്ക് പറഞ്ഞാൽ, യേശു ഒരു വാക്ക് പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാകുകില്ല. യേശു എഴുതാൽ അയച്ചാൽ ആർക്കും തടയാനാകുകില്ല. ഓ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരി വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. ഒരു ശക്തിയും അടയ്ക്കുവാൻ കഴിയാത്തവിധം, ഒരു ദുഷ്ടശക്തിയും അടയ്ക്കുവാൻ കഴിയാത്തവിധം ചില വാതിലുകൾ ദേശത്തിൽ വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, ശത്രുവിൻ വാതിൽ അടച്ചിടുമേ. ഓ തുറന്നിടുമേ വാതിൽ ദേശത്തിൽ വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ ശത്രുവിൻ വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, ദേശത്തിൽ വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ ശത്രുവിൻ വാതിൽ തുറന്നിടുമേ. വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്കായി വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ, നാവുകളെ തുറന്ന് പറ, നാവുകളെ തുറന്ന് പറ. നമ്മുടെ നാവിന് അധികാരമുണ്ട്, നമ്മുടെ നാവിന് അധികാരമുണ്ട്, നമുക്ക് അധികാരമുണ്ട്. നമ്മുടെ നാവിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. എനിക്കായി വാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കും. ഹാലലൂയ ഹാലലൂയ. നമ്മുടെ വൈരിയുടെ വാതിൽ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ അടയ്ക്കും. ഇവിടെ നമ്മൾ പറയുന്നത് സംഭവിക്കും. ഹാലലൂയ 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 ഹാലലൂയ. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ, വാ തുറന്ന് പറഞ്ഞാട്ടെ. എനിക്കായി വാതിൽ തുറക്കുന്നൊരു, എനിക്കായി വാതിൽ തുറക്കും, എനിക്കായി വാതിൽ തുറക്കും. ഹാലലൂയ. ആരെങ്കിലും ഒരു വാതിലിന് വേണ്ടി,
ഒരു വാതിലിന് വേണ്ടി കൊതിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വാതിൽ തുറക്കും, നിങ്ങൾക്ക് വാതിൽ തുറക്കും. നിങ്ങളുടെ നാവിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. നിങ്ങളുടെ വൈരികളെ നോക്കി പറ, ഇത് നിന്നെ വിഴുങ്ങിക്കളയത്തില്ല, ഇതെന്നെ തീർത്ത് കളയത്തില്ല, ഇതെന്നെ ഭയപ്പെടുത്തുകയുള്ളൂ, ഇതെന്നെ വീഴ്ത്തിക്കളയത്തില്ല. ഹല്ലേലൂയ. എരിഹോ മതില് ഇടിഞ്ഞു വീഴുമെങ്കിൽ, ദൈവമക്കളുടെ സ്തുതിയുടെ മുന്നിൽ, ആർപ്പിന് മുന്നിൽ എരിഹോ മതിൽ ഇടിഞ്ഞു വീഴാമെങ്കിൽ, ഇത് വളരെ ഈസിയാ, ഇത് വലിയ ഡിഫിക്കൽട്ട് അല്ല. ദൈവം വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നിരിക്കുക, നമ്മുടെ നാവിൽ തന്നിരിക്കുക. കൊതിയുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുമെങ്കിൽ അത് മതി. കർത്താവിന് അതാ ഇഷ്ടം. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. തുറന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. യേശുവപ്പാ, ഞങ്ങൾ മുഴുവനായി അങ്ങയുടെ സന്നിധി തരിക. എവിടേക്കാണ് ഞങ്ങളെ മാറ്റേണ്ടത്? ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളെ മാറ്റണം, ശുദ്ധീകരിക്കണം. ഒരു പാരമ്പര്യത്തിൻ്റെ രീതിയിലല്ല പോകേണ്ടത്. കർത്താവെ, നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കർത്താവെ നീ ഞങ്ങളെ നടത്തുന്ന രീതിയിൽ ഞങ്ങൾ അതിലേക്കൊന്ന് വഴി മാറ്റി വിടണം. യേശുപ്പ, നിന്റെ ഇഷ്ടത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കയറ്റണം. ഒരു റിവൈവൽ ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചേഞ്ച് ഉണ്ടാകണം, നമ്മുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം, നമ്മുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ അടുക്കുമ്പോൾ ദൈവം നമ്മളെ മാറ്റും. നമ്മളെ പൂർണ്ണമായി ദൈവം മാറ്റും. കർത്താവ്, ഈ രീതിയിൽ കർത്താവെ, ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കർത്താവ് നീ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങളെ മാറ്റണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവപ്പാ. ദൈവം ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവെ. ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവെ ഇങ്ങനൊരു നല്ല അവസരം തന്നതിനായി ഞങ്ങൾ അങ്ങയോട് കർത്താവെ നന്ദി കരയറ്റുന്നു കർത്താവെ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഇത്ര നേരം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നീ സഹായിച്ചല്ലോ അപ്പാ. ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ എന്ത് വിഷയമായിരുന്നാലും പിതാവേ, ഇന്ന് രാത്രി കാല കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, നിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും മേലും കർത്താവെ മറുപടി അയച്ച കർത്താവ് നീ അനുഗ്രഹിച്ചാണ് കർത്താവെ. ഹല്ലേലൂയ. തുടർന്നുള്ള കർത്താവ് ശുശ്രൂഷകളെല്ലാം യേശു അപ്പൻ മാനിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.